മുണ്ടക്കയിൽ നിന്ന് അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, ഈ ജനകീയ തിരച്ചിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ അനൂപ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന മുണ്ടക്കയിൽ നിന്നും പങ്കുവയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും സുപ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ജനകീയ തെരച്ചിലാണ് ഇവിടെ പുരോഗമിക്കുന്നത്. മുണ്ടക്കയിൽ മറ്റ് സ്ഥലങ്ങളിൽ തെരച്ചിൽ നടക്കുന്നത് പോലെ തന്നെ ഇവിടെയും ഈ സമീപ പ്രദേശങ്ങളിലും അതോടൊപ്പം ഇവിടെ വീടുകൾ നിന്ന സ്ഥലങ്ങളിലും അതോടൊപ്പം ആ വീടുകൾക്ക് മേൽ മണ്ണ് വന്നടിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം അത് പരിശോധിക്കുന്നു. ഒരു വട്ടം കൂടി എല്ലാ അധികൃതർ പരിശോധിക്കുന്നു. ഇന്നത്തെ തെരച്ചിലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചാലിയാർ ഭാഗത്ത്, അതായത് ഈ പരപ്പൻപാറ വനമേഖലയിൽ നിന്ന് 2 മൃതദേഹ ഭാഗങ്ങൾ കണ്ടെടുത്തു എന്നുള്ള വിവരമാണ്. അത് എയർലിഫ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയും ശ്രമവുമാണ് ഇപ്പോൾ അത് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുഞ്ചിരിമറ്റം മുതൽ ഈ മുണ്ടക്കൈ വരെയുള്ള ഭാഗത്ത് കാര്യമായ ഒരു സൂചനകളും അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്നും ലഭിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇവിടങ്ങളിൽ നടക്കുന്ന ഈ തിരച്ചിൽ അല്പം അത് ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെയും ഒന്നും തന്നെ അല്ലെങ്കിൽ ഇന്നലെയും ജനകീയ തെരച്ചിൽ നടന്നു. അതിൻ്റെ തുടർച്ചയായി ഇന്നും ജനകീയ തെരച്ചിൽ നടന്നു. ജനകീയ തെരച്ചിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് അത് ഓരോ സ്ഥലവും വിവിധ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു തെരച്ചിലാണ്. ആ തെരച്ചിലിൽ ഇന്നും പുഞ്ചിരിമറ്റത്തോ മുണ്ടക്കയിലോ ചൂരൽമലയിലോ ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങളോ മറ്റു വിവരങ്ങളോ ഒന്നും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതേസമയം ഈ ചാലിയാറിൻ്റെ തീരപ്രദേശം വരെയുള്ള മേഖലകളിൽ നടത്തുന്ന പ്രത്യേക ദൗത്യസംഘം നടത്തുന്ന പ്രത്യേക സേനാ വിഭാഗങ്ങൾ നടത്തുന്ന തെരച്ചിലിൽ ചില വിവരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനം ഇന്ന് 2 മൃതദേഹങ്ങൾ ലഭിച്ചു. അവിടെ നിന്ന് അത് ഇന്നലെ പരപ്പൻപാറ, ഇത് കഴിഞ്ഞ ദിവസം മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ച അതേ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇന്നും പ്രാദേശികമായി അവിടെ തെരച്ചിൽ നടത്തുന്ന സുരക്ഷാ സേനയ്ക്ക് അതോടൊപ്പം നാട്ടുകാർക്കും ഉൾപ്പെടെയുള്ള തെരച്ചിൽ സംഘങ്ങൾക്കും ആ വിധത്തിലുള്ള വിവരങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നു, അല്ലെങ്കിൽ അത് മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളൊരു പ്രവർത്തനത്തിനാണ് ഏതായാലും ഇനി തെരച്ചിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുക. നാളെ സൈന്യത്തിൻ്റെ ഒരു സംയുക്ത തെരച്ചിൽ കൂടി ഉണ്ടാവുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം. ഇന്ന് വൈകിട്ട് ചേരുന്ന ഏകോപന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമുണ്ടാവുക. ഈ തെരച്ചിൽ ഏത് വിധത്തിൽ പുരോഗമിക്കണം, അല്ലെങ്കിൽ ഇനി ജനകീയ തെരച്ചിൽ ഫലപ്രദമാകുമോ, അല്ലെങ്കിൽ മറ്റേത് തെരച്ചിലാണ് ഇനി ഇതുമായി ഏതായാലും തെരച്ചിൽ അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. എന്നാൽ അത് ഈ മേഖലകളിലായിരിക്കില്ല, അതായത് ഈ പുഞ്ചിരിമറ്റം മുണ്ടക്കൈ പോലുള്ള മേഖലകളിലായിരിക്കില്ല ഒരുപക്ഷെ, അത് ഈ താഴ്വാര മേഖലകളിലാണ്. ഇപ്പോൾ ചൂരൽമലയ്ക്ക് താഴ്വാര മേഖലകളിൽ ചാലിയാർ പുഴ ഉത്ഭവിക്കുന്ന പല സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചാണ് ഇനി തെരച്ചിൽ നടത്തുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏതായാലും വിവരം. അത് ഇന്ന് നടക്കുന്ന ഏകോപന യോഗത്തിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ളൊരു തീരുമാനം ഔദ്യോഗികമായി മന്ത്രി തല സംഘം വിശദീകരിക്കുക. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നാളെ നടക്കുന്ന സംയുക്ത സേനാ തെരച്ചിലെല്ലാം തന്നെ ഈ ചൂരൽമല പുഴയുടെ താഴ്ഭാഗത്തുള്ള സൺറൈസ് വാലിക്ക് സമീപത്തോട് ചേർന്ന് കിടക്കുന്ന വനമേഖലയിൽ, പരപ്പൻപാറ വനമേഖലയിൽ ഉൾപ്പെടെ ആയിരിക്കും. അവിടെ നിന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മൃതദേഹ ഭാഗങ്ങൾ ലഭിക്കുന്നതായുള്ള വിവരമുള്ളത്. ഏതായാലും ആ രീതിയിൽ ഒരു വലിയ ശ്രമം, ജനകീയ ശ്രമം ഇവിടെ ഈ മുണ്ടക്കയിൽ ഉൾപ്പെടെ നടക്കുകയാണ്. എന്നാൽ ഈ മേഖലയിലുള്ള തെരച്ചിലിൽ ഒരു കാര്യമായ വിവരങ്ങളൊന്നും ലഭിക്കാത്തൊരു സാഹചര്യം ഏതായാലും ഇന്നുണ്ട്. തുടർ ദിവസങ്ങളിലും ഈ നാട്ടുകാരെയും അതോടൊപ്പം ഈ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരവുമെല്ലാം തെരച്ചിൽ നടത്തും. ഇവിടെ ഈ നേരത്തെ മുതൽ തുടങ്ങിയ പ്രത്യേക സെക്ടറുകളായി തിരിച്ചും പിന്നീട് മൈക്രോ സെക്ടറുകളായി തിരിച്ചുമുള്ള എല്ലാ തെരച്ചിലും ഏതാണ്ട് അവസാനിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഈ തെരച്ചിൽ കൊണ്ടൊന്നും ഇനി ഇവിടെയുള്ള ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമോ എന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. ഏതെങ്കിലും വിധത്തിൽ എല്ലാവിധ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിലായിരിക്കും എല്ലാ മേഖലകളിലും നടക്കുന്നത്. അത് തുടരാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മന്ത്രിമാരടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. നിലവിൽ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്.